നമസ്കാരം. സ്നേഹത്തിനായാണ് 10ഓളം വിവാഹം കഴിച്ചതെന്ന് വിവാഹ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ രേഷ്മ കഴിഞ്ഞ ദിവസം പോലീസിനോട് പറഞ്ഞിരുന്നു. ഇക്കാര്യം ശരിവെക്കുന്ന വിധത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തേക്ക്. പണമോ സ്വർണമോ ലക്ഷ്യമിട്ടല്ല രേഷ്മ വിവാഹ തട്ടിപ്പുകൾ നടത്തിയതെന്നാണ് പോലീസിന്റെ അന്വേഷണം മുന്നോട്ടു പോകുമ്പോൾ ഉയരുന്ന നിഗമനം. വിവാഹം കഴിച്ചവരിൽ നിന്ന് പണം തട്ടാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളൊന്നും രേഷ്മ നടത്തിയിട്ടില്ലെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. 10 വർഷത്തിനിടെ 10 വിവാഹം, പലരും താലി മാത്രമാണ് വിവാഹത്തിന് കെട്ടിയത്. സ്വർണമാല പോലും ഉണ്ടായിരുന്നില്ല. വിവാഹം കഴിച്ചവരിൽ നിന്ന് നിത്യചെലവിനും യാത്രയ്ക്കുമുള്ള പണം മാത്രമാണ് രേഷ്മ വാങ്ങിയിരുന്നത്. ആഭരണങ്ങളെല്ലാം രേഷ്മയുടെ പക്കൽ തന്നെ ഉണ്ടായിരുന്നു. ഭർത്തൃവീട്ടുകാരോടും നല്ല അടുപ്പമാണ് രേഷ്മയ്ക്ക് ഉണ്ടായിരുന്നത്. വിവാഹങ്ങൾ നടത്തിയത് പണത്തിന് വേണ്ടിയല്ലെന്നും സ്നേഹത്തിന് വേണ്ടിയാണെന്നുമുള്ള രേഷ്മയുടെ മൊഴി സത്യമാണെന്നാണ് വിലയിരുത്തൽ. യാത്രാ ആവശ്യങ്ങൾക്കൊപ്പമുള്ള പണം മാത്രമാണ് ഭർത്താക്കന്മാരിൽ നിന്ന് രേഷ്മ വാങ്ങിയിരുന്നത്. ബീഹാറിൽ ജോലിക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് ഇവർ വാളകത്തെ വീട്ടിൽ നിന്ന് പോയിരുന്നത്. കൃത്യമായ ഒരു സമയക്രമം തയ്യാറാക്കി ഇവർ ഭർത്താക്കന്മാരെയും കാമുകന്മാരെയും ദിവസവും വിളിച്ചിരുന്നു. തന്നെ അറസ്റ്റ് ചെയ്ത ജയിലിൽ അടയ്ക്കണമെന്നും ഇല്ലെങ്കിൽ ഇനിയും തട്ടിപ്പ് തുടരുമെന്നും രേഷ്മ തന്നെ പോലീസിനോട് പറഞ്ഞിരുന്നു. ബീഹാറിൽ അധ്യാപികയായിരുന്നു രേഷ്മ. 2024 തിരിച്ച് കേരളത്തിലെത്തിയ ശേഷമാണ് 2 പേരെ വിവാഹം കഴിക്കുകയും 3 പേരെ വിവാഹം കഴിക്കാൻ നിശ്ചയിക്കുകയും ചെയ്തത്. US-ൽ നേഴ്സായ തൊടുപുഴ സ്വദേശിയെ 2025 ഫെബ്രുവരി 19-നും വാളകം സ്വദേശിയെ മാർച്ച് 1-നും വിവാഹം കഴിച്ചു. കോട്ടയം സ്വദേശിയും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ആര്യനായിട്ടുള്ള പഞ്ചായത്ത് അംഗവുമായും തിരുമല സ്വദേശിയായ യുവാവുമായുള്ള വിവാഹം തീരുമാനിച്ചു. എല്ലാവരെയും മാട്രിമോണിയൽ വെബ്സൈറ്റ് വഴിയാണ് രേഷ്മ പരിചയപ്പെട്ടത്. വിവാഹം കഴിച്ച 2 പേരുമായും കോട്ടയം സ്വദേശിയുമായും ഒരേ സമയം നല്ല സൗഹൃദമാണ് രേഷ്മയ്ക്ക് ഉണ്ടായിരുന്നത്. രേഷ്മയുടെ അമ്മയും കുഞ്ഞും വാളകം സ്വദേശിക്കൊപ്പമാണ് താമസിക്കുന്നത്. രേഷ്മ കൂടുതലായും താമസിച്ചിരുന്നത് തൊടുപുഴയിലെ വീട്ടിലാണ്. തൊടുപുഴ സ്വദേശി വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസത്തിനുള്ളിൽ തിരിച്ച് വിദേശത്തേക്ക് പോയിരുന്നു. ഇയാളുടെ കുടുംബവുമായും അടുത്ത സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. രേഷ്മയെ ഇരു വീട്ടിലേക്കും കൊണ്ടാക്കിയത് കോട്ടയം സ്വദേശിയാണ്. ആര്യനാട്ടെ കല്യാണത്തിന്റെ തലേ ദിവസം ഇവർ തമ്മിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചെങ്കിലും അമ്പലം അടച്ചതിനാൽ നടന്നില്ല. ആര്യനാട്ടെ കല്യാണത്തിന് രേഷ്മയെ വെമ്പായത്ത് കൊണ്ടാക്കിയതും കോട്ടയം സ്വദേശിയാണ്. യാത്രാ ആവശ്യങ്ങൾക്കുള്ള പണം മാത്രമാണ് ഭർത്താക്കന്മാരിൽ നിന്ന് രേഷ്മ വാങ്ങിയിരുന്നത്. ബീഹാറിൽ ജോലിക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് ഇവർ വാളകത്തെ വീട്ടിൽ നിന്ന് പോയിരുന്നത്. കൃത്യമായ ഒരു സമയക്രമം തയ്യാറാക്കി ഇവർ ഭർത്താക്കന്മാരെ ദിവസവും വിളിച്ചിരുന്നു. വിവാഹങ്ങൾ നടത്തിയത് പണത്തിന് വേണ്ടിയല്ലെന്നും സ്നേഹത്തിന് വേണ്ടിയാണെന്നുമായിരുന്നു രേഷ്മയുടെ മൊഴി. പോലീസ് ആദ്യം ഇക്കാര്യം വിശ്വസിച്ചില്ലെങ്കിലും വിശദമായ അന്വേഷണത്തിൽ ഇത് സത്യമാണെന്നാണ് കരുതുന്നത്. തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്നും ഇല്ലെങ്കിൽ ഇനിയും തട്ടിപ്പ് തുടരുമെന്നും രേഷ്മ തന്നെ പോലീസിനോട് പറയുന്നുണ്ട്. 30-കാരിയായ രേഷ്മ ദാമ്പത്യത്തിൽ ഇത്രയും പേരെ കുരുക്കിയത് എന്തിനാണെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അതേസമയം വിവാഹശേഷം കൂടുതൽ കാലം ഒന്നിച്ചു ജീവിച്ചത് കൊല്ലം സ്വദേശിയോടൊപ്പമാണെന്നാണ് റിപ്പോർട്ടുകൾ. ഈ ബന്ധത്തിലായിരുന്നു കുഞ്ഞുണ്ടായത്. പിടിയിലാകുമ്പോൾ നെടുമങ്ങാടിന് സമീപത്തെ പഞ്ചായത്ത് അംഗം, കോട്ടയം സ്വദേശി, തിരുമല സ്വദേശി എന്നിവർക്കും വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു. പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹ ദിവസം കുളിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞ് കുളിമുറിയിൽ കയറിയെങ്കിലും കുളിച്ചിരുന്നില്ല. ഇത് പ്രതിശ്രുതവരന്റെ സുഹൃത്തിന്റെ ഭാര്യ കണ്ടുപിടിച്ചു. സംശയമെടുത്ത ഇവർ വിവരം പ്രതിശ്രുതവരനെ അറിയിച്ചു. ബ്യൂട്ടി പാർലറിൽ കയറിയ തക്കത്തിന് രേഷ്മയുടെ ബാഗ് ഇവർ പരിശോധിച്ചപ്പോൾ അതിൽ മുൻ വിവാഹ സർട്ടിഫിക്കറ്റ് കണ്ടെത്തി. ഇതോടെയാണ് രേഷ്മയ്ക്ക് പിടിവീണത്. സംസ്കൃതം ന്യായത്തിൽ ബിരുദാന്തര ബിരുദവും PhD-യും ചെയ്യുന്നതാണ് രേഷ്മ പോലീസിനോട് പറഞ്ഞത്. തീവണ്ടി യാത്രക്കിടയിൽ പരിചയപ്പെട്ട അങ്കമാലി സ്വദേശി, തിരുവനന്തപുരം, കൊല്ലം, തൊടുപുഴ, വാളകം സ്വദേശികൾ എന്നിവരെയും വിവാഹം ചെയ്തതായി വിവരമുണ്ട്. കൊല്ലം സ്വദേശിക്കൊപ്പമാണ് കൂടുതൽ കാലം ഇവർ ജീവിച്ചത്. ഭൂരിഭാഗം ഭർത്താക്കന്മാരെയും ഒരാഴ്ചയ്ക്ക് ശേഷം ഉപേക്ഷിച്ച് കടന്നു കളയുകയാണ് രേഷ്മയുടെ രീതി.